ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ വയനാട് ട്രിപ്പിൻ്റെ ഡേ 2 ആട്ടോ. ഇന്നായിരുന്നു ഞങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യേണ്ട ഡേ. ഇന്നൊരു 12 മണിയൊക്കെ ആകുമ്പോൾ ഇവിടുന്ന് ഇറങ്ങി പോകാനായിരുന്നു ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത്. അപ്പം ഞങ്ങൾ മോർണിംഗ് നേരത്തെ കാലത്ത് എണീച്ച് ഈ ഒരു വ്യൂ ഒക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ച് നിൽക്കായിരുന്നു കേട്ടോ. നല്ല അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഈ വ്യൂ ഒക്കെ കണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ വേഗം പോയി ബ്രഷൊക്കെ ചെയ്ത് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നിട്ടോ. കാരണം മഴ പെയ്യുന്നതിൻ്റെ മുന്നേ ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഒന്ന് റീൽസ് എടുത്താൽ മതി മാത്രമായിരുന്നു ഞങ്ങളുടെ മൈൻഡിൽ. അങ്ങനെ മേക്കപ്പ് ഒക്കെ ചെയ്തതിന് ശേഷം കേട്ടോ ഞാൻ വെള്ളം വരെ കുടിച്ചത്. അപ്പോഴാണ് ഒന്ന് ആശ്വാസം കിട്ടിയത് ഗൈസ്. കാരണം എങ്ങനെയെങ്കിലും ഈ ഒരു വീഡിയോ കിട്ടാൻ വേണ്ടിയിട്ടുണ്ട് ഒരു തത്രപ്പാടിലായിരുന്നു കേട്ടോ ഞങ്ങൾ. അങ്ങനെ ഞങ്ങൾ വേഗം വീഡിയോസൊക്കെ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പം മഴ ഒന്നുമില്ലായിരുന്നു കേട്ടോ. അങ്ങനെ അത്യാവശ്യം ഏകദേശം ഞങ്ങൾ ഉദ്ദേശിച്ച പോലെ തന്നെ വീഡിയോസൊക്കെ കിട്ടിയിരുന്നു. അങ്ങനെ ഞാൻ വേഗം ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തതിന് ശേഷം ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിരുന്നു. ഫുഡൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു, വീഡിയോ ആയിരുന്നു മുഖ്യം. അങ്ങനെ ഇവിടെ എത്തിയപ്പോൾ ഇവരെല്ലാവരും ഫുഡ് കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ നല്ല അപ്പവും മുട്ടക്കറിയും നൂൽപുട്ടും പാചിക്കറിയൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ചായ കുടിക്കാത്ത ഞാൻ എന്തെന്നറിയില്ല, ഇവിടെ എത്തിയപ്പോൾ വല്ലാത്തൊരു ചായ കുടിയായിരുന്നു കേട്ടോ. അങ്ങനെ ചായയൊക്കെ കുടിച്ചതിന് ശേഷം ഞാനതാ രണ്ടാമത്തെ ഫോട്ടോഷൂട്ടിന് ഇറങ്ങി. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്ക് പ്രത്യേകിച്ച് വേറെ പണിയൊന്നുമില്ല, ഇത് തന്നെയാണ് ഉണ്ടത്. സത്യം പറയാമല്ലോ, എനിക്ക് ഈ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാട്ടോ. ഞാൻ ഭയങ്കര ആണ് ഈ ഒരു കാര്യത്തിൽ. ഞാൻ ഭയങ്കര ഒരു ഫോട്ടോഹോളിക് ആയിട്ടുണ്ട് ഒരാളാട്ടോ. പിന്നെ ഈ ഒരു പ്ലേസ് ആയിരുന്നു ഞാൻ ഇന്നലെ പറഞ്ഞത്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവില്ല, നല്ല ഭംഗിയില്ലേ കാണാൻ. പിന്നെ ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഒരു ഡ്രസ്സ് വെറുതെ എടുത്തതായിരുന്നു കേട്ടോ. പക്ഷേ ഇത് ഈ ഒരു സ്ഥലമായിട്ട് ഇത്ര മാച്ച് ആവേണ്ടത് ഞാൻ ഇവിടെ എത്തിയപ്പോഴാട്ടോ മനസ്സിലാക്കിയത്. അങ്ങനെ അതാ ഞാൻ വീണ്ടും ഡ്രസ്സ് മാറ്റാൻ പോയിരുന്നു. ഇന്ന് ഫുള്ള് ഡ്രസ്സ് മാറ്റൽ തന്നെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നേരെ പൂളിലേക്കായിരുന്നു പോയത്. ഇന്നലത്തേനേക്കാൾ പൂൾ ഇന്നായിരുന്നു കേട്ടോ. അടിപൊളി വൈബ്. കാരണം മഴയൊന്നും ഇല്ലായിരുന്നു. പിന്നെ അതാ ഞങ്ങൾ പൂളിൽ ഇറങ്ങി കഴിഞ്ഞാൽ സ്ഥിരം കളിക്കുന്ന കളിയായിരുന്നു. ഞങ്ങൾ 2 പേര് സിംഗിൾസ് ആയതിനെ കൊണ്ട് ഞങ്ങൾക്ക് പൂളിൽ ഇറങ്ങി കഴിഞ്ഞാലാണ് റൊമാൻസ് കാണിക്കാൻ തോന്നുന്നത്. അങ്ങനെ ഞങ്ങൾ കുറച്ച് റൊമാൻറ്റിക് ഒക്കെ ആയതിന് ശേഷം വീണ്ടും പൂളിൽ കുറേ ടൈം സ്പെൻഡ് ചെയ്തിട്ടൊന്ന് നല്ല അടിപൊളിയായിരുന്നു. ഞങ്ങൾ പൂളിൽ കബഡിയൊക്കെ കളിച്ചു. പിന്നെ കുറേ നേരം ഓരോരോ ആൾക്കാരെ മേലൊക്കെ ആയിരുന്നു കേട്ടോ. ഞങ്ങൾ എന്തായാലും ഒന്ന് നല്ല അടിപൊളിയായിട്ട് വൈബാക്കിയിട്ടുണ്ടായിരുന്നു. ഏറ്റവും ലാസ്റ്റ് പൂളിൽ നിന്ന് ഇറങ്ങിയതും ഞാൻ തന്നെ ആയിരുന്നു. അതെൻ്റെ മുഖത്ത് എടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ഫേസൊക്കെ ടാൻ അടിച്ചിട്ട് ഒരവസ്ഥയായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഫ്രഷൊക്കെ ആയി ഒന്ന് കണ്ണാടിയിൽ നോക്കിയപ്പോഴാണ് എനിക്ക് ആ സത്യം മനസ്സിലായത്. എൻ്റെ ഫേസൊക്കെ പെയിലായിട്ട്, സത്യം പറഞ്ഞാൽ ഇത് എൻ്റെ ഫേസ് അല്ലായിരുന്നു ഗൈസ്. എൻ്റെ ഫേസ് ഇങ്ങനെ അല്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഇവിടെ ഒരാൾ ടച്ചപ്പ് ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ പിന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യുന്നപ്പോൾ ഓക്കെ ഒരു ചെറിയൊരു മെനൊക്കെ തോന്നി, എന്നാലും വല്ലാണ്ട് ഡള്ളായിരുന്നു. അങ്ങനെ ചെക്കൗട്ടൊക്കെ ചെയ്ത് നമ്മൾ നേരെ ഗുണ്ടിൽപേട്ട പോകായിരുന്നു കേട്ടോ വിചാരിച്ചു. പിന്നെ ആ പ്ലാൻ മാറ്റിയിട്ട് നേരെ എടക്കൽ കേവ്സിലേക്ക് ആക്കുക. അതിൻ്റെ മുന്നേ ഫുഡ് കഴിക്കാമല്ലോ വിചാരിച്ചു. അപ്പോൾ ഇന്നലെ ഞാൻ മീൽസ് അതിനെക്കൊണ്ട് ഇന്നൊന്ന് ചേഞ്ച് ആക്കാമല്ലോ വിചാരിച്ചിട്ട് ഫിഷ് ബിരിയാണി ആയിരുന്നു കേട്ടോ ഓർഡർ ചെയ്തത്. അങ്ങനെ എൻ്റേതായിരുന്നു ഏറ്റവും ലാസ്റ്റ് എത്തിയത്. അങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടി സെറ്റാക്കി വെച്ചെടുത്തുനിന്ന് ഇപ്പം എൻ്റെ മീൻ കഷ്ണം നുള്ളി പോയി ഗൈസ്. അങ്ങനെ ഞാൻ പറഞ്ഞപ്പോൾ ഇപ്പോൾ സെറ്റൊക്കെ ആക്കി വെച്ച് തന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ എടക്കൽ കേവ്സിലെത്തി. അങ്ങനെ ഇവിടെ കണ്ടപ്പോൾ തന്നെ ഏകദേശം എനിക്ക് മനസ്സിലായി എൻ്റെ ബൂട്ട്സും ഈ ഒരു പ്ലേസും തമ്മിൽ യാതൊരു മാച്ചും ഇല്ല എന്നുള്ളൊരു കാര്യം. ഇനി ഞാൻ എന്ത് ചെയ്യും